ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏതനക്കുവെറിയായുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിൽ കുറച്ച് ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് RTMA സിസ്റ്റം ഉണ്ട്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതിലിപ്പോഴും നമ്മുടെ ഈ സ്റ്റോക്കുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളതെടുത്ത് ഡീക്യാപ്പ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബെറ്റെല്ലാം ഏകദേശം കണ്ടീഷൻഡായി അവർ ഫീഡ് RTMAയുടെ സ്റ്റേജ് കഴിയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഡീക്യാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 2 ലിറ്റർ ക്ലോറിൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കാനായിട്ടൊരു സ്റ്റീൽ റോഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. കാരണം അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ RTMA സിസ്റ്റം നമുക്ക് നമ്മുടെ ആ ഒരു കണ്ടെയ്നറിനകത്തോട്ട് നമുക്ക് മാറ്റാം. അതിനുശേഷം ക്ലോറിൻ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം. കാരണം ക്ലോറിൻ എല്ലായിടത്തും എത്തി ആ ഷെല്ലിൻ്റെ അത് ആ ഷെല്ല് എപ്പോഴും അതിനകത്തുനിന്ന് മുഴുവനായിട്ട് മാറണം. അപ്പോൾ അത് ഒരു ഇച്ചിരി സമയം അധികമില്ലാത്ത ഒരു പ്രോസസ്സാണ്. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സിസ്റ്റം വെന്ത് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇനി ആ ക്ലോറിൻ എടുത്തിട്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഈ സോപ്പ് അതിൻ്റെ ഇതൊക്കെ വയ്ക്കുന്ന എടുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഏകദേശം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കണ്ടെയ്നർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു കുറേയേറെ സമയം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഒരു ഏകദേശം ഒരു 1 കിലോയോളം സിസ്റ്റം ഉള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് നമുക്കിത് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ ആദ്യം അതൊരു വൈറ്റ് കളറിലേക്കും പിന്നീട് അതൊരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് മാറും. അപ്പം നമ്മുടെ ഏകദേശം ഒരു ഡീക്യാപ്ഡ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഇനി അത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. ഇത് ശരിക്കും നിങ്ങൾ ആദ്യം എടുത്തതിനകത്ത് ക്വാണ്ടിറ്റി കൂടുതൽ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തത് കുറച്ച് കുറവാണ്. അതിൻ്റെ കാരണം 2 ലിറ്റർ ക്ലോറിൻ പോരാതെ വന്നു. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തിട്ട് 1 ലിറ്റർ ക്ലോറിൻ കൊണ്ടുവന്നിട്ട് ഒന്ന് വാഷ് ചെയ്ത് വീണ്ടും ക്ലോറിൻ ഒഴിച്ചിട്ട് വീണ്ടും അതൊന്നുകൂടെ ഷെല്ല് കളയാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഏകദേശം അത് ഇപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്ക് സിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അധികം നമുക്ക് ഇളക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്കൊന്ന് ഡയറക്റ്റായിട്ട് ഇനി ഡൈല്യൂട്ട് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൈപ്പിൻ്റെ അടുത്തോട്ടൊന്ന് പോയി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് എടുക്കാം. ഇത് കണ്ടില്ലേ, ഞാനത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴുകി ഒരു 3, 4, 5 വട്ടം അതിൻ്റെ ആ ക്ലോറിൻ്റെ ആ ഒരു എഫക്റ്റ് നന്നായിട്ട് പോകുന്ന പോലെ നല്ല രീതിയിൽ കഴുകി വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തൊരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ഇതിൻ്റെ ലൈനിക്കകത്താണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഉപ്പെടുക്കണം. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലിട്ടാൽ അതായത് അലിയാത്ത ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. നന്നായിട്ട് ഉപ്പ് ഇളക്കിയെടുത്ത ലൈനിയാണത്. ലൈനിയിലേക്ക് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉപ്പുണ്ട്. ആ ഒരു ലൈനിക്കകത്തോട്ട് നമ്മളിപ്പോൾ ഈ ഡീക്യാപ്പ് ചെയ്ത ഈ നമ്മുടെ സിസ്റ്റം എടുത്ത് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതെല്ലായിടത്തും എത്തും. ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കുറേയേറെ നാൾ ഉപയോഗിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. അത് ഉപ്പുവെള്ളത്തിലായതുകൊണ്ട് സേഫുമാണ്.